examiner family, hello മക്കളെ. നമ്മുടെ ഓണം എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ എഴുതാം, ഫുൾ മാർക്ക് എങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കുട്ടി വീഡിയോ ആയിരിക്കും, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് കൂടെ ചെയ്യുക കേട്ടോ. യെസ് മക്കളെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊഫൈൽ. ഓക്കെ, പ്രൊഫൈൽ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മസ്റ്റ് ആയിട്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ കുട്ടി സാധനമായിട്ട് ചെറുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്? എവിടെയാണ്? ഡേറ്റിന് മുൻപിലായിട്ടാണ് നമ്മൾ ഓൺ വെക്കുന്നത്. പ്രിപ്പോസിഷൻ ആണ് ബേസിക്കലി സംഭവം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇവർ ജനിച്ച വർഷമൊക്കെ പറയുമല്ലോ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് എന്ത് വെക്കണം? ഓൺ ആണ് വെക്കേണ്ടത്. ഓക്കെ, ഡേറ്റിന് ഫ്രണ്ടിലായിട്ട് ഓൺ ആണ് വെക്കേണ്ടത്. ഇനി ഇയർ പറയുന്നുണ്ടാവും അല്ലേ, വർഷം പറയുന്നുണ്ടാവും, വർഷത്തിന് മുമ്പിലായിട്ട് എന്ത് വെക്കണം? ഇന്നാണ് വെക്കേണ്ടത്. ദെൻ പ്ലേസിന് മുമ്പിലായിട്ടും ഇന്നാണ് വെക്കേണ്ടത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം? ഒരു ബോക്സിലാക്കി വെക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ അങ്ങോട്ട് ബോക്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു വ്യക്തിനെ പറ്റിയിട്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടായിരിക്കും, അതായത് നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഓഥറിനെ പറ്റിയിട്ടോ പോയറ്റിനെ പറ്റിയിട്ടോ ആയിരിക്കും. ഓക്കെ, വാട്ട് എവർ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ബോക്സ് ഒക്കെ വരച്ചു, അദ്ദേഹത്തിൻ്റെ പേര് എഴുതി, നമ്മൾ പ്രൊഫൈൽ എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതി? ആളുടെ പേര് എഴുതി, കോമ ഇട്ടിട്ട് നമുക്ക് എഴുതാം ദി ഫേമസ്. ഇനി റൈറ്റർ, എന്ത് റൈറ്റർ ആണ്? അമേരിക്കൻ ആണോ ഇന്ത്യൻ ആണോ എന്നുള്ളത് എഴുതാം. അപ്പോൾ ഡാഷ് ദ ഫേമസ് ഡാഷ് റൈറ്റർ അല്ലെങ്കിൽ അമേരിക്കൻ റൈറ്റർ വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് എഴുതാമെന്നാണ് പറഞ്ഞത്? ഡേറ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ, തെറ്റിപ്പോകരുത്. ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഓൺ എന്ന് പറഞ്ഞ ഡേറ്റ് എഴുതി 2025. ഇൻ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതും? ഇവിടെ ഇയർ എഴുതും അല്ലെ, വർഷം എഴുതും. മനസ്സിലായോ? ഇനിയോ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഷീ വാസ് അല്ലെങ്കിൽ ഹി വാസ് ഫേമസ് ആസ്. എങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളത്? ഒരു പോയറ്റ് എന്നുള്ള രീതിക്കോ, എസ്സേയിസ്റ്റ് എന്നുള്ള രീതിക്കോ, പ്ലേ റൈറ്റ് എന്നുള്ള രീതിക്കോ, സിംഗർ എന്നുള്ള രീതിക്കോ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ എഴുതുന്നു. ദെൻ എന്തെഴുതുന്നു? ഹെർ അല്ലെങ്കിൽ ഹിസ് അല്ലേ. ഇവിടെ എന്താ? ഷീ അല്ലെങ്കിൽ ഹി ട്ടോ. ഓക്കെ, ഇവിടെയോ ഹെർ അല്ലെങ്കിൽ ഹിസ്. ഓക്കെ, നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് എന്നുള്ള കാര്യം കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അതൊന്ന് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓണം ഇന്നൊക്കെ എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ബുക്സിൻ്റെ പേര് കോമേറ്റ് എഴുതുന്നു. ദെൻ എന്താണ്? അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, വലിയ ആൾക്കാരെ പറ്റിയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷീ അല്ലെങ്കിൽ ഹി വാസ് അവോർഡഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ അവാർഡ്സ് ആണ് എന്നുള്ള കാര്യം എഴുതുന്നു. ഇയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇയർ വെച്ചിട്ട് എഴുതുന്നു. ദെൻ എന്താണ്? അവർ മരിച്ചു പോയിട്ടുള്ള കാര്യം അല്ലേ, അവർ മരിച്ചു പോയിട്ടുള്ള കാര്യം ഹി അല്ലെങ്കിൽ ഷീ പാസ്ഡ് അവേ ഇൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ്? ഇയർ ആണ് വരുന്നത് അല്ലേ, ഇയർ വരുന്നു. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് മിസ് കൊടുത്തിട്ടുള്ള കമലാസ് ദാസ്. ഓക്കെ, കമലാ ദാസിൻ്റെ ഒരു പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്, ബോൺ, ഡൈഡ്, ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജോലിയാണ് അല്ലേ. ലാംഗ്വേജസ് അറിയുന്നത് കൊടുത്തിട്ടുണ്ട്, നോട്ടബിൾ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആകെ എന്താ ചെയ്യണം? മിസ് പറഞ്ഞ പോലെ ബോക്സ് ഒക്കെ വരച്ച് നല്ല ഭംഗിയിൽ അവരുടെ പേരൊക്കെ എഴുതിയതിന് ശേഷം നമ്മുടെ ഓണം ഇന്നൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ വെച്ച് ഇതൊന്ന് സെന്റൻസ് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. ഇതേ ഫോമാറ്റിൽ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് മാധവിക്കുട്ടി. ഓക്കെ, മാധവിക്കുട്ടി ദ ഫേമസ് ഇന്ത്യൻ റൈറ്റർ വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് നോക്കി ഡേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അല്ലേ. ഡേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓൺ എന്ന് പറഞ്ഞു. ഇനി ഇയറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്നെന്ന് കൊടുക്കണം. പക്ഷേ ഇവിടെ കോമ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇന്ന് കൊടുത്തു. ഷീ വാസ് ഫേമസ് ആസ്. എങ്ങനെയൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള? പോയറ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. മാധവിക്കുട്ടി ഈസ് നോൺ ഫോർ ഹെർ ബോൾഡ് ആൻഡ് എമോഷണൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഊഹിച്ച് ഉണ്ടാക്കി എഴുതരുത് പ്ലീസ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രം എഴുതി വെക്കുക കേട്ടോ. ഇനിയോ അവർ ഫ്ലുവൻ്റ് ആണ് അല്ലേ, എസ്പെഷ്യലി ഇൻ ഹർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം വർക്ക്സ്. ദെൻ പറഞ്ഞു ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? അദ്ദേഹത്തിൻ്റെ കുറേ വർക്ക്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കുന്നു. ഷി വാസ് അവോർഡഡ് ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് എഴുത്തച്ഛൻ അവാർഡ് ഇൻ 2002. ഓക്കെ, മാധവിക്കുട്ടി പാസ്ഡ് അവേ ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതി? ഏത് മാസമാണ് എന്നുള്ള കാര്യം എഴുതി. ഇൻ മെയ് 2000
9. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രൊഫൈൽ റൈറ്റിംഗിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കറക്റ്റ് ടൈമിന് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ലൈവ് ക്ലാസ്സുകളും മാരത്തോണുകളൊക്കെ ഉണ്ട്, മിസ് ചെയ്യാതെ കറക്റ്റ് ടൈമിന് ഓടിച്ചാടി ഇങ്ങോട്ട് വരിക. നമുക്ക് അടിച്ചു പൊളിച്ച് തന്നെ ഈ ഒരു വർഷത്തെ എക്സാംസിനെ നേരിടാം. അപ്പോൾ ഈ ഒരു വർഷത്തെ മാത്രമല്ല, ഈ ഒരു വർഷത്തെ ഈ ഒരു ഓണം എക്സാം മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വർഷം തന്നെ അടിച്ചു പൊളിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടോ വീഡിയോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത ടോപ്പിക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറയാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.